നമസ്തേ. നവവിധ ഭക്തിയിലെ ഇനിയൊരു ഭാവമുള്ളത് ദാസ്യമാണ്. ഈശ്വരനും ഭക്തനും തമ്മിൽ യജമാനന്റെയും ദാസന്റെയും ഭാവം. ഈശ്വരൻ സർവശക്തൻ, സർവജ്ഞൻ, സർവേശ്വരൻ, സർവവ്യാപി തുടങ്ങിയ എല്ലാ ഗുണഗണങ്ങളുമുള്ള മൂർത്തി. ഭക്തനോ അജ്ഞനും അറിവില്ലാത്തവനും കാര്യമായ ശക്തിയില്ലാത്തവനും തുച്ഛമായ ഭാവത്തോടു കൂടിയവനും എന്നൊക്കെ വിചാരിച്ച് ഈശ്വരന്റെ മുമ്പിൽ ഏറ്റവും തുച്ഛനായവൻ. ഇങ്ങനെ ദാസ്യഭാവത്തിൽ ഈശ്വരനെ കാണുക. താനൊന്നുമല്ല, ഈശ്വരനെല്ലാമാണ്. തൻ്റെ ശക്തി നിസാരമാണ്, ഈശ്വരൻ സർവശക്തനാണ്. താനിതാ വളരെ ചെറിയ ഒരു ചുറ്റുപാടിലുള്ളയാളാണ്. ഈശ്വരനോ സർവവ്യാപിയാണ്. എല്ലാം അറിയുന്നവനാണ് ഈശ്വരനെങ്കിൽ തനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലാത്തവനാണ്. ഇങ്ങനെ ഈശ്വരന് എല്ലാവിധ ഗുണഗണങ്ങളും നൽകുകയും ആ ഈശ്വരന്റെ മുമ്പിൽ കൈങ്കര്യം ചെയ്യുന്ന, സേവ ചെയ്യുന്ന ഒരു എളിയ ദാസനായിട്ട് ഭക്തൻ മാറുന്നു. ഭക്തന് ദാസ്യഭാവമാണുള്ളത്, യജമാനഭാവം ഈശ്വരനും. അപ്പം ഈശ്വരനോട് യജമാന രൂപത്തിൽ, യജമാനഭാവത്തിൽ പെരുമാറുക, അങ്ങനെയുള്ള ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കുക. ചിലർക്ക് അതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഈ നവവിധ ഭാവങ്ങളിൽ ഒരാൾക്ക് ഒന്നോ രണ്ടോ തരത്തിലുള്ള ഭക്തിയായിരിക്കും ഏറ്റവും അനുകൂലം, അനുയോജ്യം. മറ്റതൊക്കെ അറിയാം, പക്ഷേ ഇത്തരത്തിൽ ഭഗവാനെ കാണുന്നതിലായിരിക്കും ഒരാൾക്ക് താല്പര്യം തോന്നുക. അത് ശ്രവണത്തിലൂടെയാവാം, അല്ലെങ്കിൽ കീർത്തനത്തിലാവാം, സ്മരണത്തിലാവാം, പാദസേവനത്തിലാവാം, അർച്ചനത്തിലോ വന്ദനത്തിലോ ദാസ്യത്തിലോ സഖ്യത്തിലോ ആത്മനിവേദനത്തിലോ ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. ഇവിടുത്തെ ഭക്തൻ ദാസ്യഭക്തനാണ്, ദാസഭക്തൻ. ശ്രീരാമചന്ദ്രനും ഹനുമാനും തമ്മിലുള്ള ബന്ധം ഈ ദാസ്യ യജമാന ഭാവത്തിലായിരുന്നു. ശ്രീരാമചന്ദ്രനെ ഹനുമാൻ കണ്ടിരുന്നത് സ്വാമിയായിട്ട്. താനൊരു ദാസനാണ്. രാവണ സഭയില് യജമാന രൂപത്തിലിരുന്ന, അല്ലെങ്കിൽ എല്ലാമാണ്, എല്ലാ ശക്തിയും ഉണ്ടെന്നുള്ള ഗർവോടുകൂടിയിരുന്ന രാവണന്റെ മുൻപിൽ ഹനുമാനെ പിടിച്ചുകെട്ടി കൊണ്ടുചെല്ലുന്നു. ഹനുമാൻ തൻ്റെ വാല് ചുരുട്ടി വലുതാക്കി രാവണനേക്കാൾ ഉയരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോൾ ഹനുമാനോട് രാവണൻ ചോദിക്കുന്നു, നീ ആരാണ്? ആ സമയത്ത് ഹനുമാന്റെ മറുപടി, ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ, ഞാൻ കോസലേന്ദ്രനായ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് ഞാൻ എന്നാണ് ഹനുമാന്റെ മറുപടി. ലങ്ക മുഴുവൻ ചുട്ടുഭസ്മമാക്കുകയും ചെയ്യാവുന്ന വികൃതികളും നാശങ്ങളും എല്ലാം വരുത്തി ധാരാളം പട്ടാളക്കാരെ ഇല്ലാതാക്കി, എന്നിട്ട് ഇനിയും പിടികൊടുത്തേക്കാമെന്ന വിചാരത്തോടുകൂടി ചെറുതായി പിന്നീട് ഏറ്റവും വലുതായ ഒരു ഭാവത്തിലെത്തി രാവണന് മുമ്പിൽ ഇരിക്കുമ്പോഴും രാവണന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഞാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ്. ആ ഭാവത്തിലാണ് എന്നും ഹനുമാൻ വർത്തിച്ചിരുന്നത്. അല്ല, ഒരു ദിവസം ദാസനായിരിക്കുകയും അടുത്ത ദിവസം യജമാനനാവുന്ന മനോഭാവമൊന്നും ഹനുമാന് പിടികൂടിയിട്ടേയില്ല. അങ്ങനെ നല്ല ഭക്തന്റെ ഒരു ലക്ഷണമാണത്. എപ്പോഴും ദാസ്യഭാവത്തിൽ ഈശ്വരനെ കാണുക. ദാസനാണ് ഞാൻ ഒന്നുമല്ല, നിസാരനാണ്. ഈ ലോകത്തിന്റെ അനന്തതയുടെ മുമ്പിൽ നമ്മളുടെയൊക്കെ കൊച്ചു വ്യക്തിത്വം എത്ര നിസാരമാണ്, അണുവാണ്. ഇതറിയാതെ ജീവിക്കുന്നവന്റെ ജീവിതം അനർത്ഥവും വ്യർത്ഥവുമല്ലേ? എന്തൊക്കെയോ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ നടക്കുകയാണ്. ചുറ്റുപാടും നോക്കിയാൽ കാണാം, രാഷ്ട്രീയത്തിലായിരുന്നാലും മതത്തിലായിരുന്നാലും
സാമുദായിക സംഘടനകളിലായിരുന്നാലും മറ്റ് സാമൂഹിക സംഘടനകളിലായിരുന്നാലും എന്തിനേറെ കൊച്ചു കുടുംബ തലത്തിൽ പോലും ആളുകളുടെ നടപ്പും എടുപ്പും ഒക്കെ കണ്ടാൽ അമ്പടഞ്ഞാനെ എന്നുള്ള ഭാവത്തിൽ നടക്കുകയാണ്. ഒരു പഴത്തൊലിയെ ചവിട്ടി താഴെ വീണാൽ തീരാവുന്നതാണ്. ഈ ജീവിതമെന്ന് അറിയുന്നില്ല, തുച്ഛമാണെന്ന് അറിയുന്നില്ല, നിസ്സാരമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെ എന്നാണാവോ മനസ്സിലാക്കുക? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അറിയേണ്ട ഭാവം ഇതാണ്. ഈ പ്രപഞ്ചം എത്ര വലുതാണ്, ആ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ കണിക മാത്രമാണ് ഞാൻ. തിര സമുദ്രമാണെന്ന് വിചാരിക്കാം, പക്ഷേ തിര വിചാരിക്കുകയാണ് ഞാനാണ് ഈ സമുദ്രത്തെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, എൻ്റെ കഴിവാണ് ഈ സമുദ്രം, അനന്തമായ സമുദ്രം എന്നൊരു തിര വിചാരിച്ചാൽ ആ തിരയോട് എന്തു പറയാനാ? 2 നിമിഷം പോലുമില്ല ആ തിരയ്ക്ക് ജീവിതം. അല്ലെ ഒരു കുമള ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ആണ് ഈ സമുദ്രത്തിൻ്റെ എല്ലാം, എൻ്റെ കാരുണ്യത്താലാണ് സമുദ്രം വർത്തിക്കുന്നത് എന്ന് വിചാരിച്ചു തീരുന്നതിന് മുമ്പ് ആ കുമള ഇല്ലാതായി പോകുന്നു. അതേപോലെ അനന്തമായ ദീർഘമായ ഈ കാലത്തിൽ ഒരു വ്യക്തിയുടെ 60, 70, 80, 100 വർഷ ജീവിതം എന്ന് പറയുന്നത് തുച്ഛമല്ലേ? ഇതറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ആ പദത്തിന് എവിടെയാണ് നമുക്ക് അർഹതയുള്ളത്? അറിയുക, ഈ സത്യം മനസ്സിലാക്കി സർവശക്തനായ ജഗതീശ്വരൻ്റെ സൃഷ്ടി വൈഭവമാണ് ഈ പ്രപഞ്ചമെന്നറിയുക, സൃഷ്ടിയുടെ പ്രത്യേകതകളെ മനസ്സിലാക്കുക. അതിൻ്റെ ഓരോ ചെറിയ വശങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് വലിയ സത്യാന്വേഷണ ത്വരയൊന്നും വേണമെന്ന് പോലുമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇത്ര ഭംഗിയാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്ന അദൃശ്യനായ ഈശ്വരശക്തിയുടെ മുമ്പിൽ നമ്മളുടെ ശക്തി എന്താ? നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ എന്താ? എന്ത് സ്ഥാനം കിട്ടിയാൽ എന്താ? സ്ഥാനവും മാനവും കിട്ടിയവരുടെയൊക്കെ ജീവിതം തീർന്നില്ലേ? അവരെ ആര് ഓർമ്മിക്കുന്നു? 10, 20, 30 വർഷം മുമ്പ് രാഷ്ട്രീയത്തിലോ സാമുദായിക സംഘടനകളിലോ മറ്റ് സംഘടനകളിലോ ഒക്കെ വലിയ ആളാണ് എന്ന് ഭാവിച്ചുകൊണ്ട് നടക്കുകയും അനുയായികളെ എടുത്തുകൊണ്ട് നടക്കുകയും കീജയ് വിളിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇപ്പോഴെവിടെ? അവരെ ഒന്ന് ഓർമ്മിക്കാൻ പോലും ആരും മെനക്കെടാറില്ല. ഇപ്പം കീജയ് കിട്ടിക്കൊണ്ടിരിക്കുന്നവരുടെയും സ്ഥിതി മറിച്ചല്ല. അവരൊക്കെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ വിചാരിക്കുകയാണ്, ഞാൻ ഏതാണ്ട് വലിയ ആളാണ്, എൻ്റെ കഴിവാണ് ഇതൊക്കെ, എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത് എന്നൊക്കെ മിഥ്യാഭാവത്തിൽ വർത്തിച്ചാൽ അവരെ ശാസ്ത്രം വിളിക്കുന്നത് മൂഢാ. നിന്റെ മൂഢത്വത്തിൽ നിന്ന് നീ പുറത്തു വരേണമേ. അതിനെന്ത് വേണം? ഈ സത്യാന്വേഷണം നിന്റെ ബന്ധാവായിട്ട് സ്വീകരിച്ചാൽ നല്ലത്. ഈ ആധ്യാത്മികമായ അറിവ്, ഉൾക്കാഴ്ച ഉണ്ടായിരുന്നാൽ നിന്റെ ജീവിതത്തിന് നന്മയുണ്ടാവും, വിജയമുണ്ടാവും, ശ്രേഷ്ഠതയുണ്ടാവും. അല്ലെങ്കിൽ ജീവജാലങ്ങൾ എപ്രകാരമാണ് ഇവിടെ ഉണ്ടായി കുറച്ച് ദിവസം നിന്ന് ജീവിച്ച് ഇല്ലാതായി പോകുന്ന അതേപോലെ മർത്യനും അമർത്യനായിട്ട് തീരാൻ കഴിവുള്ള ഈ മർത്യൻ വെറും ഇലകളെപ്പോലെ, പുഴുക്കളെപ്പോലെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഉയർന്ന് നമുക്ക് ഈശ്വരമഹിമ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു ദിശാബോധമുണ്ടാകുന്നത്, ജീവിതം ശരിയായ പന്ഥാവിലേക്ക് പോകുന്നത്. ഈ മാർഗമാണ് ഗുരു നമുക്ക് കാട്ടിത്തന്നത്. ഞാനൊന്നുമല്ല, ഇത്രയൊക്കെ ചെയ്തിട്ടും ഗുരുവിൻ്റെ ഭാവം എന്തായിരുന്നു? ഒന്നുമല്ല എന്നുള്ള വിചാരം. നാം ആരുമല്ല എന്നുള്ള ഒരു ഭാവത്തിലാണ് ഗുരു വർത്തിച്ച്. എന്തെങ്കിലും അഹങ്കാരം ഉണ്ടായിരുന്നു? ഞാനെന്ന ഭാവം ഉണ്ടായിരുന്നു? എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ പോയിട്ട് 10,000 മനുഷ്യർക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് തൃപ്പാദങ്ങൾ തന്നെ ചെയ്തു തീർത്തത്. പക്ഷെ അവിടെയൊന്നും ഞാനിൻ്റെ, അതായത് അഹങ്കാരത്തിൻ്റെ, ആരിൻ്റെ ഭാവം ഉണ്ടായിരുന്നില്ല. പ്രവൃത്തി മാത്രമേ ഉള്ളായിരുന്നു. അവിടെ ആര്? ഞാനെന്നുള്ള ഭാവം, അതാണ് ആരെന്ന് പറയുന്നത്. ഞാനാണ് ഇതിൻ്റെയൊക്കെ കർത്താവ്, ഭോക്താവ് എന്നുള്ള ഭാവമില്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് ഈശ്വരൻ്റെ മഹിമാതിരേകം മനസ്സിലാക്കി ദാസ്യഭാവത്തിൽ നമുക്ക് വർത്തിക്കാൻ സാധിക്കുന്നത്. നമുക്കൊക്കെ
ശ്രീനാരായണ ഗുരുദേവന്റെ ദാസന്മാരുടെ ദാസനാണ് ഞാനെന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി ഗുരുവിന്റെ ദാസന്മാർക്ക് സേവ ചെയ്യുന്നതിൽ, ഗുരുദേവനെ ആരാധിക്കുന്നവരെ സേവ ചെയ്യുന്നതിൽ, ഗുരുവിന്റെ മാർഗത്തിൽ പോകുന്നവർക്ക് സേവ ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ദാസദാസനാണ്, ഗുരുവിന്റെ ദാസദാസനാണ് എന്ന ഭാവത്തിൽ ഇഹലോക ജീവിതം ജീവിച്ച് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ ഏവർക്കും കഴിയട്ടെ. ആ കാരുണ്യം കരുണാമൂർത്തിയായ തൃപ്പാദങ്ങളെ അവർക്ക് നൽകട്ടെ. നന്ദി.